നമസ്കാരം. പ്രിയപ്പെട്ടവർ ക്ഷമിക്കണം. ചില കാര്യങ്ങൾ ചോദിക്കേണ്ട സമയത്ത് ചോദിച്ചേ പറ്റൂ. പിന്നീട് എപ്പോഴെങ്കിലും ചോദിക്കാന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമല്ല. ഇന്ന് നടക്കുന്ന ഷിംജിത വിഷയം തന്നെ ഒന്ന് എടുക്കൂ. പോലീസ് എവിടെയായിരുന്നു? ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിലേക്ക് തന്നെയാണ് കൊണ്ടുവരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെ അങ്ങനെ മറക്കാനൊന്നും പറ്റൂല. കാരണം ഷിംജിത വിഷയം വന്നാലും മറ്റേത് വിഷയം വന്നാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം എന്തിനാണ് കൊണ്ടുവന്നത് നമുക്കറിയാലോ. ഇവിടെ ഇത്രയും ആളെ കത്തിക്കുന്നതിന് വലിയ ശബരിമലയാണ്. പക്ഷെ അതിനെ മറയിടാൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ടുവന്നപ്പോൾ ഒരുക്കിയിട്ടുള്ള ഒരു പോലീസ് കെണിയുണ്ട്. ആ കെണി സംസാരിക്കേണ്ട സമയമാണ് ഇപ്പോഴെന്നതുകൊണ്ടാണ് ഈ വീഡിയോയിൽ ഞാനത് പറയാൻ ഉദ്ദേശിക്കുന്നത്. മറ്റു ചാനലിലൊക്കെ ഷിംജിതന്റെ പിന്നാലെയാണ്. ഞാൻ വന്ന കാര്യം തന്നെ പറയാൻ പോകുന്നത്. പക്ഷെ മറ്റൊരു വെർഷൻ, അതായത് പോലീസ് എവിടെയായിരുന്നു? രാഹുൽ മാങ്കൂട്ടത്തിനെ മനഃപൂർവ്വം കൊടുക്കാനായി കെട്ടിച്ചമച്ച് ഉണ്ടാക്കി കൊണ്ടുവന്നതാണ് മൂന്നാമത്തെ കേസ് എന്നതിന്റെ തെളിവാണ് ഈ ഷിംജിത കേസിന്റെ പോലീസ് നടപടി. ഞാൻ ചോദിച്ചോട്ടെ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മൂന്നാമതൊരു പരാതി വരുമെന്ന് അറിഞ്ഞുകൊണ്ടാണോ രണ്ടാമത്തെ പരാതിക്ക് ശേഷം, രണ്ട് പരാതികൾ വന്നു, ഒന്നിലും നോട്ട് അറസ്റ്റ് വന്നൊരു ജാമ്യം വന്നു, അതിന് രണ്ടിന് ശേഷം പോലീസ് രാഹുൽ മാങ്കൂട്ടത്തിന് പിന്നാലെ നടന്നത്? പിന്നാലെ ആയിരുന്നല്ലോ. അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ, അദ്ദേഹം തുമ്മാൻ പോകുമ്പോൾ, തൂറാൻ പോകുമ്പോൾ ഒക്കെ അതിന്റെ ഒക്കെ പിന്നാലെ ഈ പോലീസ് ഇങ്ങനെ ക്യൂ ഉണ്ടായിരുന്നല്ലോ. എങ്ങോട്ട് പോയാലും അതിൽ സിവിൽ ഡ്രസ്സിലും അല്ലാതെയും ഒക്കെ അദ്ദേഹത്തെ ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ട് നിൽക്കുകയായിരുന്നു. അയാൾ എങ്ങോട്ട് പോണ്, ഏത് വഴി പോണ് എന്ന്. എന്തിനു വേണ്ടിയായിരുന്നു? ഒരു കേസ് വരുന്നുണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിന് അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നിൽ ഒരു അജണ്ട കെട്ടിപ്പൊക്കുന്നുണ്ട്, ഒരു കേസ് ഫ്രെയിം ചെയ്യുന്നുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. അതിനുവേണ്ടി ആ ഫ്രെയിം ഒന്ന് പൂർത്തിയാകുമ്പോൾ അത് രാഹുൽ മാങ്കൂട്ടം അറിയുന്നതിന് മുമ്പ് അയാളെ തൂക്കി അകത്തിടാൻ വേണ്ടിയിട്ടുള്ള ഒരു വർക്ക് നടക്കുകയായിരുന്നു അതിന്റെ പിന്നിൽ. അതിനുവേണ്ടിയാണ് പോലീസ് അയാളെ പിന്നാലെ നടന്നത്. അയാൾ എവിടെയാണ്, എങ്ങനെയാണെന്ന് അറിയാൻ. കാരണം മുങ്ങരുത്. ആദ്യത്തെ രണ്ട് കേസിലും അദ്ദേഹത്തിന് മാറി നിന്നുകൊണ്ട് മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കാൻ കഴിഞ്ഞു. പക്ഷെ ഇവിടെ അത് പാടില്ല. അതിലവർ വിജയിച്ചില്ലേ? അത്ര പ്ലാൻഡ് ആയിട്ട് കൈകാര്യം ചെയ്യുന്നത് കൊണ്ടല്ലേ അർദ്ധരാത്രിയിലെ 12 മണിക്ക് ഇയാൾ എവിടെയാണ് കൊണ്ടുവന്നതെന്ന് കൃത്യമായി മനസ്സിലാക്കി അവരുടെ സുഹൃത്തുക്കളും ഡ്രൈവറും ഒക്കെ പോയതിനു ശേഷം പെട്ടെന്ന് തൂക്കിയെടുത്തുകൊണ്ട് പോകുന്നത്, തട്ടിക്കൊണ്ടുപോയത് ഇല്ലേ? അതിനെങ്ങനെ സാധിച്ചത്? ഈ പോലീസ് സന്നാഹം മുഴുവൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പിന്നാലെ ഇതേ അടുത്ത കേസ് വരുന്നുണ്ട്. ആ കേസ് ഫ്രെയിം ചെയ്ത് FIR ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇയാളെ ഒരു നിമിഷം പോലും വെച്ചേക്കരുത് എന്ന് വിചാരിച്ചത് കൊണ്ടല്ലേ? അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഒരു പാവപ്പെട്ടവനെ സോഷ്യൽ മീഡിയയിൽ ക്രൂരമായി അപമാനിച്ച് ആ അപമാനം സഹിക്കാൻ വയ്യാതെ അയാൾ ആത്മഹത്യ ചെയ്തു. അറിയാമല്ലോ ദീപകിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ. കാരണം നാളെ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു കേസ് വന്നാൽ, പീഡന കേസ് വരുമെന്ന് ഉറപ്പാണ്. ഇത്രയൊക്കെ കാട്ടിക്കൂട്ടിയ ഷിംജിത ഈ പറയുന്ന ഇയാളുടെ പേരിൽ ഒരു പീഡന കേസ് കൊടുക്കില്ലെന്ന് ഉറപ്പുണ്ടോ? ഇല്ല, ഒരു ഉറപ്പുമില്ല. കൊടുക്കും. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടും പിന്നീടുണ്ടാകുന്ന നാണക്കേടും മറ്റു കാര്യങ്ങളും സഹിക്കാൻ വയ്യാതെ ഇനി ഞാൻ ജീവിച്ചിരിക്കുന്നതിൽ കാര്യമില്ല എന്ന് ആ പാവം വിചാരിച്ചു അങ്ങോട്ട് ആത്മഹത്യ ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ എടുക്കേണ്ടത് ആത്മഹത്യ പ്രേരണ കുറ്റമാണ്. അത്തരത്തിലൊരു കേസ് വരാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആദ്യം ദീപകിന്റെ മരണം ഒരു അസ്വാഭാവിക മരണം എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ പോലീസ് കേസെടുത്തേ. അങ്ങനെ പറഞ്ഞുകൊണ്ട് അല്ലാതെ തന്നെ ആത്മഹത്യ പ്രേരണ കുറ്റം ചുമത്തി ഇതിന്റെ കാരണം ഷിംജിതയാണ് എന്ന് ഉറപ്പുണ്ട്. അതിനുള്ള തെളിവുകളുമുണ്ട്, സോഷ്യൽ മീഡിയ തെളിവുകളുമുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ FIR ഇടണം എന്ന് പറഞ്ഞിട്ട് എന്തേ പോലീസുകാർ മൈൻഡ് ചെയ്തില്ല? ഒന്ന് ആലോചിച്ച് നോക്കി. രാഹുൽ മാങ്കൂട്ടത്തിന്റെ പിന്നാലെ ഇങ്ങനെ നടന്ന പോലീസ് അതെന്തുകൊണ്ടാ? കുറ്റവാളി ആകാൻ സാധ്യതയുണ്ട്, ഒരു കുറ്റം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അയാൾ അപ്പൊ തൂക്കിയെടുക്കണം. ഞാൻ ചോദിക്കട്ടെ, ഷിംജിതയ്ക്ക് മേൽ പിന്നൊരു FIR വരാൻ സാധ്യതയുണ്ട് എന്ന് എന്തേ ഈ പോലീസുകാർക്ക് തോന്നിയില്ല? ഇനി അങ്ങനെ ഏതെങ്കിലും കേസ് വന്നാൽ അപ്പോഴേക്കും ഇവർ തൊണ്ടി നശിപ്പിക്കുമെന്നും അതിനു മുമ്പ് തന്നെ നാടുവിടുമെന്നും എന്തേ തോന്നിയില്ല? ഇപ്പൊ ഷിംജിത എവിടെയാണ്? ഈ തൊണ്ടിയായിട്ടുള്ള മൊബൈൽ ഫോൺ, ഇത് റെക്കോർഡ് ചെയ്ത് അത് അപ്ലോഡ് ചെയ്ത ഫോൺ എവിടെയാണ്? ഇതുവല്ല കിട്ടുമോ? അതായത് മനഃപൂർവ്വം അവിടെ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു ജനപ്രതിനിധിയെ കൊടുക്കാൻ വേണ്ടി ഇവർ മനഃപൂർവ്വം ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഷിംജിത എന്ന പക്ക ക്രിമിനലിനെ രക്ഷപ്പെടാൻ വേണ്ടി പോലീസ് മനഃപൂർവ്വം ശ്രമിച്ചു എന്നല്ലേ പറയാൻ പറ്റൂ? അതല്ല എന്നുണ്ടെങ്കിൽ ഈ മരണം നടന്ന ഉടൻ, ദീപകിന്റെ മരണം നടന്നതിന് ശേഷം ഷിംജിത എങ്ങോട്ടൊക്കെയാണ് പോകുന്നത്, ആരൊക്കെയാണ് വിളിക്കുന്നത്, ആരുമായിട്ടൊക്കെയാണ് കോണ്ടാക്ട് ചെയ്യുന്നത്, ഏതൊക്കെ വാഹനങ്ങളാണ് സഞ്ചരിക്കുന്നത്, ഇതൊക്കെ പോലീസ് വാച്ച് ചെയ്യില്ലേ? രാഹുൽ മാങ്കൂട്ടത്തിന്റെ പിന്നാലെ അങ്ങനെ ഉണ്ടായിരുന്നല്ലോ. രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പീഡന കേസാണ്. ആളെ ജീവിച്ചിരിക്കൊണ്ട്, ആളെ കൊന്നു കളഞ്ഞിട്ടില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ കൊന്നു കളഞ്ഞില്ലേ? എന്നിട്ടും എന്തുകൊണ്ട് ഈ പോലീസ് ഇത്തരത്തിൽ അനാസ്ഥ കാണിച്ചു? ഇപ്പോ വൈകി FIR വന്നു, ആത്മഹത്യ പ്രേരണ, ജാമ്യമില്ലാ വകുപ്പിൽ കേസ് ഇപ്പൊ എടുത്തു. ആ കേസിന്റെ FIR ഏത് വിധത്തിലാണെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വായിച്ചതാണ്. പോട്ടെ, എന്നാലും ആ വൃദ്ധരായ മാതാപിതാക്കളുടെ പരാതിയിന്മേൽ കേസ് രജിസ്റ്റർ ചെയ്തു. പോലീസിന് ബോധോദയം ഉണ്ടായി. ഇനി ഷിംജിതയെ എങ്ങനെ പിടിക്കും? എങ്ങനെ തെളിവുകൾ കണ്ടെത്തും? അപ്പോ ഇവിടെ നീതി എന്ന് പറയുന്നത് പലർക്കും പലവിധമാണ്. പോലീസോ അല്ലെങ്കിൽ ഇവിടുത്തെ ഭരണകൂടമോ ചില അജണ്ടകൾ കൂട്ടിവെച്ചിട്ടുണ്ട്.
ആ അജണ്ട പ്രകാരമാണ് ഇവിടെ ഏത് കേസും മുന്നോട്ട് പോകുന്നത് എന്ന് കാണാം. അല്ലാതെ ഒരു കുറ്റകൃത്യം നടക്കുമ്പോൾ ആ കുറ്റകൃത്യ പ്രകാരം ആ പ്രതിയെ കണ്ടെത്തി, പ്രതിക്കെതിരെയുള്ള തെളിവുകൾ കണ്ടെത്തി, ആ കുറ്റകൃത്യത്തിനുള്ള എല്ലാ തെളിവുകളും കോടതിയിൽ ഹാജരാക്കി അർഹമായ ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നതിന് പകരം ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? അത്തരത്തിലുള്ള അത് ആരാണ് നമ്മുടെ മറുഭാഗത്തുള്ളത് അതിന്റെ ഒരു പ്രയോറിറ്റി നോക്കും. ഇവിടെ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നത് വലിയ പ്രയോറിറ്റിയാണ്. കാരണം അയാൾ പുറത്തു നിൽക്കാൻ പാടില്ല, അയാൾ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാടില്ല. ഇനി അടുത്ത അജണ്ട അതാണ്. ആദ്യത്തെ അജണ്ട എന്ന് പറയുന്നത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ കെട്ടിയെഴുന്നള്ളിച്ച് വിലങ്ങിട്ട് തെക്ക് വടക്ക് വടകരയിലും പാലക്കാട്ടും അതുപോലെ പത്തനംതിട്ടയിലും ഒക്കെ കൊണ്ടു നടന്ന് നാട്ടുകാരെയൊക്കെ വിലങ്ങിട്ടെന്ന് കാണിച്ച് തെളിവെടുപ്പിന്റെ പ്രഹസനം നടത്താനുള്ള പദ്ധതി അത് നടന്നില്ല. അത് നടക്കാതെ വന്നപ്പോ അതിനുശേഷം ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത്തരം കേസുകളിൽ ജാമ്യം കിട്ടാൻ ഒരല്പം വൈകും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ അർദ്ധരാത്രിയിലെ അറസ്റ്റ് നടന്നത്. അപ്പോ അത്തരത്തിലൊരു അറസ്റ്റ് ഒരു ജനപ്രതിനിധിയെ നടത്തി ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ, അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പാലക്കാടോ മറ്റെവിടെയും മത്സരിക്കാതിരിക്കാൻ വേണ്ടി, അവിടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പാലക്കാട് പിടിച്ചെടുക്കാൻ വേണ്ടി ആയിരുന്നുണ്ടെങ്കിൽ ഇനി ഒരു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വതന്ത്രനായി പാലക്കാട് മത്സരിച്ചാൽ പോലും ജയിക്കും. അവിടെയും BJPക്കോ അതല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ LDFനോ രക്ഷ ഉണ്ടാവില്ല. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം അത്തരത്തിലെങ്ങാനും ജയിച്ചു വന്നാൽ തങ്ങൾക്കൊരു വലിയ അടിയായിരിക്കും. കാരണം ഇവിടെ UDF ഭൂരിപക്ഷം നേടിയാലും LDFൽ അതിൽ പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്നാലും രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ ജയിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അയാൾ തന്നെയായിരിക്കും ഇവിടെ ഹീറോ എന്ന് പറയുന്നത്. ഒരു സംശയം വേണ്ട. ഇടതിന്റെ വലതിന്റെ പിന്തുണയില്ലാതെ ഇനി രാഹുൽ മാങ്കൂട്ടം എങ്ങാനും ജയിച്ചു പോയാലോ? ആ ഒരു ഭീതിയാണ് സത്യത്തിൽ രാഹുലിന്റെ പിന്നാലെ ഇപ്പോ ഇത്തരത്തിൽ കേസ് കൊണ്ട് നടക്കുന്നത്. ഞാൻ ചോദിക്കുന്നത് അതും ഇതും കൂടെ ഒരു കമ്പാരിസമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടം മൂന്നാമതൊരു കേസിൽ അറസ്റ്റിലാൻ പോകുന്നുവെന്ന് പോലീസിന് എങ്ങനെ നേരത്തെ വിവരം കിട്ടിയത്? വല്ല ചാത്തൻ സേവയോ വല്ലതും ഉണ്ടായിരുന്നു? അതായത് നോട്ടു അറസ്റ്റും ജാമ്യവും ഒക്കെ കിട്ടിയ ശേഷം, മുൻകൂർ ജാമ്യമൊക്കെ കിട്ടിയ ശേഷം ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പിന്നാലെ പോലീസ് വിടാതെ പിന്തുടർന്നിരുന്നു. അയാളുടെ ഇഞ്ച് ടു ഇഞ്ച് ഈ പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നുവെങ്കിൽ ഒരു ചെറുപ്പക്കാരൻ കൊല്ലപ്പെട്ടിട്ട് അയാളെ നിഷ്കരണം സമൂഹ മാധ്യമങ്ങളിൽ അപമാനിച്ച് കൊന്നുകളഞ്ഞിട്ട് എന്തേ ആ പെണ്ണ് എങ്ങോട്ട് പോകുന്നു, എങ്ങോട്ട് വരുന്നു, ഏതിൽ സഞ്ചരിക്കുന്നു, ആരെയൊക്കെ വിളിക്കുന്നു, അവളുടെ ഡിവൈസ് എവിടെയാണ് എന്ന് ചിന്തിച്ചില്ല. ഇപ്പൊ ആളെവിടെയാണെന്ന് അറിയാൻ വയ്യ. പറയുന്നത് അരീക്കോട്ടെ വീട്ടിലില്ല, അതുപോലെ കണ്ണൂരിലെ വീട്ടിലുമില്ല, എവിടെയുമില്ല, അപ്രത്യക്ഷമായി എന്നാണ് പറയുന്നത്. വളരെ വ്യക്തമായ രാഷ്ട്രീയ പിൻബലമുള്ള പെൺകുട്ടിക്ക് ഇനി വരാൻ പോകുന്നത് നവീൻ ബാബുവിന്റെ ഗതിയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. ഈ കുറ്റം തെളിയിക്കപ്പെടാൻ പോകുന്നില്ല. കുറ്റം തെളിയിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്ത് ആ മൊബൈൽ കിട്ടണം. അതിന് കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? അത് എപ്പോഴോ നശിപ്പിച്ചിട്ടുണ്ടാവും. ആര് കാരണം? ഈ പോലീസ് കാരണം. അതായത് ഇവിടെ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത, ഇവിടുത്തെ സർക്കാരിനോ മറ്റോ തങ്ങൾക്ക് ദോഷകരമാണ്, ഇങ്ങനെയുള്ളവർ പറ്റില്ല എന്ന് അജണ്ട ഉണ്ടാക്കി ചീട്ട് ചാർത്തി കൊടുത്തിട്ടുള്ള ആൾക്കാർ, അതിൽ രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഇപ്പോൾ ഏറ്റവും മുന്തിയ പന്തിയിൽ നിൽക്കുന്നത്. അതുപോലുള്ളവരെ അവരുടെ പിന്നാലെ മാത്രമേ ഞങ്ങൾ പോലീസിനെ വിടൂ. അല്ലാതെ ഇവിടെ ഇപ്പോ ഒരു ദീപകിന്റെ പിന്നാലെ, അല്ലെങ്കിൽ ഒരു ദീപകിന്റെ ഒരു കൊല, അതുകൊണ്ട് ഇപ്പൊ എന്താ കാര്യമുള്ളത്? പരമാവധി വന്നാൽ ആ വീട്ടിലെ 2 വോട്ട് കിട്ടും. പക്ഷെ അതിന്റെ ഇപ്പുറത്ത് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മുഴുവൻ പിന്തുണ ചിലപ്പോൾ കിട്ടുമെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, രാഷ്ട്രീയമായി ചിന്തിച്ചു കഴിഞ്ഞാൽ പിണറായി കുറ്റം പറയാൻ പറ്റുമോ? അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ പിണറായി പറയുന്നതൊക്കെ നിൽക്കുള്ളൂ. കേരള പോലീസിന്റെ കഥ അതല്ല. ഇത്തരം കാര്യങ്ങളുടെ പിന്നാലെ പോകുന്നത് പിണറായി പോലീസാണ് എന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഈ കാര്യങ്ങളെ മുൻകൂട്ടി കാണാൻ അവർക്ക് കഴിയില്ല. അത് തന്നെയാണ് ഇവിടുത്തെ വിഷയം. രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ച് വളരെ വ്യക്തമായി മുൻകൂട്ടി അവർ കണ്ടു. കാരണം ഒരു കേസ് വരുമ്പോൾ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി കാത്തു നിന്നു. കേസ് കിട്ടി, ഇതേ പോയി അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു. എന്നാൽ ഇവിടെ ഒരു കൊല നടക്കുമ്പോൾ FIR 2ാമത് വരും എന്ന് അറിയാഞ്ഞിട്ടല്ലല്ലോ. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നിരീക്ഷണത്തിൽ വെക്കേണ്ട ഒരു ഉത്തരവാദിത്തമില്ലായിരുന്നു. എന്തുകൊണ്ട് അത് ചെയ്തില്ല? അപ്പോൾ ചെയ്യില്ല. ഇവിടെ കൃത്യമായ അജണ്ട വെച്ചിട്ടാണ് പോലീസ് സേനയെ പിണറായി നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സംശയം വേണ്ട. സർക്കാരിനെ പ്രതികൂട്ടിൽ നിർത്തുന്ന, CPMനെ പ്രതികൂട്ടിൽ നിർത്തുന്ന സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ മറയ്ക്കാൻ വേണ്ടി പല സംഭവങ്ങളെയും ഹൈലൈറ്റ് ചെയ്യുന്നത് ആദ്യത്തെ സംഭവമൊന്നുമല്ല. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയെ മറയ്ക്കാൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിനെ മുന്നേ നിർത്തിയപ്പോ അതേ രാഹുൽ മാങ്കൂട്ടത്തിൽ ജനങ്ങളുടെ ഇടയിൽ ഒരു ട്രെൻഡായി വന്നപ്പോൾ കിട്ടിയതാണ് ഇപ്പോഴത്തെ ദീപകിന്റെ വിഷയമെന്ന് മറക്കരുത്. അതുകൊണ്ട് തന്നെ ദീപകിനെ പരമാവധി ആളി കത്തിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ ചവിട്ടി നേരെ താഴേക്കിടുക. 2 കാര്യമുണ്ട്. രാഹുൽ മാങ്കൂട്ടം ചവിട്ടി താഴേക്ക് പോകും, അതുപോലെ ശബരിമലയെ താഴേക്ക് പൊക്കോളും. ദീപകിന് നീതി ലഭിക്കുമെന്ന് കരുതുന്നുണ്ടോ നിങ്ങൾ? ദീപകിന് വേണ്ടി സോഷ്യൽ മീഡിയ ഒന്നടങ്കം സംസാരിക്കണം. പക്ഷെ നീതി ലഭിക്കുമെന്ന് 1% പോലും കേരള ജനത വിശ്വസിക്കേണ്ടതില്ല. വലിയ ജാമ്യമില്ലാ വകുപ്പിൽ FIR കാര്യങ്ങളൊക്കെ ഇട്ടു, എല്ലാ സംവിധാനങ്ങളും ചെയ്തു മാധ്യമങ്ങളെ വായടയ്ക്കാൻ. ഈ സോഷ്യൽ മീഡിയയിൽ ഇത്രയും സംസാരിക്കുന്ന കേരളത്തിലെ 3.5 കോടി ജനങ്ങളിൽ വലിയൊരു ഭാഗത്തിനെ നാവടക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായ ഒരു കാര്യം പോലീസ് ചെയ്തു, അല്ലെങ്കിൽ പോലീസിനെ കൊണ്ട് ചെയ്യിച്ചു. പക്ഷെ പ്രതിക്ക് രക്ഷപ്പെടാനുള്ള എല്ലാ പഴുതുകളും ഉണ്ടാക്കി, എല്ലാ തെളിവുകളും നശിച്ച ശേഷമാണ് FIR ഇട്ടത് എന്ന് മാത്രം കേരളത്തിലെ എന്റെ മാന്യ സഹോദരങ്ങൾ മനസ്സിലാക്കുക. Different angles. Don't forget to subscribe and support this channel.